എനിക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഞാനിപ്പോൾ പങ്കുവയ്ക്കാം. അതായത് ലീഗിനുമേൽ വലിയ സമ്മർദ്ദമുണ്ട്. ലീഗിനുമേൽ വലിയ സമ്മർദ്ദം എന്ന് വെച്ചാൽ ഇപ്പോൾ ചില ഫോൺ കോളുകൾ വരുന്നു. ലീഗ് നിലപാട് മാറ്റണം. അതായത് വി.ഡി. സതീശന് നൽകുന്ന പിന്തുണ എന്നുള്ള തീരുമാനം മാറ്റണം. ഹൈക്കമാൻഡ് തീരുമാനം ഇതാ ഞങ്ങൾ അംഗീകരിച്ചു, അതിനൊപ്പമാണ് ഞങ്ങൾ എന്ന് ലീഗിനെ കൊണ്ട് പറയിക്കണം. അത് ഏത് രീതിയിലാണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ് അബ്ബാസ് അലി തങ്ങൾക്ക് സിദ്ധരാമയ്യയുടെ അഭിനന്ദനം എന്നുള്ളത്. ബംഗളൂരുവിൽ നിന്നുള്ള വാർത്തയാണ്. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി നേടിയ ചരിത്ര വിജയത്തിൽ ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അഭിനന്ദിച്ചു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. ആ അഭിനന്ദനം മാത്രമായി ആ ചർച്ച അവിടെ നീങ്ങുന്നില്ല എന്നുള്ളതാണ്. സിദ്ധരാമയ്യ ഉപയോഗിച്ചാണ് ലീഗിൽ സമ്മർദ്ദമുള്ളത്. സിദ്ധരാമയ്യ കെ.സിക്ക് അടുപ്പമുള്ള നേതാവാണ്. അപ്പോൾ സിദ്ധരാമയ്യ ലീഗിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി കർണാടകയിലെ ന്യൂനപക്ഷ മന്ത്രി സമീർ അഹമ്മദ് പാണക്കാടെത്തിയിരുന്നു. കർണാടകയിൽ നിന്നും ന്യൂനപക്ഷ മന്ത്രി സമീർ അഹമ്മദ് പാണക്കാട് വന്ന് തങ്ങളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അബ്ബാസ് അലി തങ്ങൾ സിദ്ധരാമയ്യെ കണ്ടതും വിരുന്ന് നൽകിയതിനും അതിനുശേഷമാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ ബാംഗ്ലൂർ KMCCക്ക് MLC സ്ഥാനം വരെ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ആ സമ്മർദ്ദം. ബാംഗ്ലൂരിൽ KMCCക്ക് ഒരു MLC സ്ഥാനം കൂടി നൽകാമെന്നുള്ള വാഗ്ദാനം കൂടി നൽകാം. ഒരു MLC സ്ഥാനത്തിലാണോ ലീഗ് വഴങ്ങാൻ പോകുന്നത് ഈ ജനവികാരത്തിനൊപ്പം നീളുമ്പോൾ? അപ്പോൾ ലീഗിനെ അങ്ങനെ ചെറുതായി കണ്ടോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സമ്മർദ്ദം നീങ്ങുന്നു. പക്ഷേ അപ്പുറത്ത് വയനാട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി പ്രിയങ്ക ഗാന്ധിയെ തന്നെ ഞങ്ങളുടെ നിലപാട് VDക്കൊപ്പമാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ രാഹുലുമായി AK ആന്റണി സംസാരിച്ചിട്ടുണ്ട്. VDക്കൊപ്പമാണ് AK ആന്റണി എന്നുള്ള ഒരു വിവരമാണ് എനിക്ക് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ VM സുധീരൻ VDക്കൊപ്പമാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബോധ്യമായൊരു കാര്യം. അപ്പോൾ ലീഗിന് മേൽ വലിയ സമ്മർദ്ദം കർണാടക വഴി അടക്കം നടന്നിട്ടുണ്ട്. ആ സമ്മർദ്ദം അതിജീവിക്കാൻ ലീഗിന് സാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ആ സമ്മർദ്ദം അതിശക്തമാണ്. അതുകൂടാതെ നേതാക്കളും ഉണ്ടാകാം. ഇതിപ്പോൾ നമുക്ക് കിട്ടിയ വിവരം മാത്രമാണ്. ഈ സമ്മർദ്ദം അങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും സമ്മർദ്ദം ചെലുത്താൻ കഴിവില്ലാത്തവരും ഉണ്ട്. അതായത് ഒരു സ്ഥലത്ത് ഗ്രൂപ്പ് യോഗം, ഇന്നിപ്പോൾ നമ്മൾ അറിയുന്ന K. സുധാകരൻ KC പക്ഷം യോഗം ചേരുന്നു നാളെ സംസാരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇനി വേണ്ട എന്ന തീരുമാനം ഇവിടെ കേരളത്തിൽ എടുക്കുകയും ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിച്ച് ജനങ്ങളെ അണിനിരത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തിയ നേതാവ് ഔട്ടാവുകയും ഗ്രൂപ്പ് വിജയിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഗ്രൂപ്പാണ് പ്രധാനമെങ്കിൽ ആ നിലയ്ക്ക് പോകട്ടെ. ഇനി വരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പ്രധാനപ്പെട്ട ഒരു മറുപടി നൽകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ കേരളം ഒരു തുരുത്താണ്. ആ തുരുത്തുകൂടി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുമോ എന്നാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം അത് പറഞ്ഞതുപോലെ ജനവികാരം എന്താണ് എന്ന് തമിഴ്നാട്ടിൽ പോയി അവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി. ഇവിടെയുള്ള ജനവികാരം പല രൂപത്തിൽ രാഹുൽ ഗാന്ധിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മെയിലുകളായിട്ടും പ്രതികരണങ്ങളായിട്ടും അല്ലെങ്കിൽ തെരുവിലെ പ്രതിഷേധങ്ങളായിട്ടും എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. അത് കാണുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കുന്ന ഒരു ബോധ്യമുണ്ട്. അത് മറ്റാരെങ്കിലും പറഞ്ഞു കിട്ടുന്ന ബോധ്യമല്ല. അപ്പോൾ ആ ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു നീതിയുക്തമായ തീരുമാനം അത് ഈ 2 ദിവസത്തിനകം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.